So welcome all to Zodiac Academy. Here we are having Zodiac exam series discussion. This is week 12 and we are going to discuss questions from 276 to 300. Hope you are all enjoying the question discussion. നിങ്ങൾ എല്ലാവരും അത് വ്യൂ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സോഡിയക് അക്കാഡമിയുടെ ബാച്ച് 6 ഓൺഗോയിങ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇൻ കേരള എന്ന രീതിയിൽ ഞങ്ങൾ വളരെ ചുരുക്കം നാളുകൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. Because we are running successfully programs like food safety, JPH and JHI, pharmacist, apart from staff nurse group. So more than 1,000 students ഉള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റാഫ് നഴ്സ് ബാച്ചസ് നമ്മൾ 6ാമത്തെ ബാച്ചാണ്. ഏകദേശം 800+ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. സോ anyone who would like to can join Zodiac Academy at the earliest. So we'll move to the question discussions. First one, that is 276. Which of the following conditions need to be treated immediately? ഇതിൽ ഏത് കണ്ടീഷനാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ ഇവിടെ ബോൾഡ് ഇതിൽ കാണുന്നത് റൈറ്റ് ആൻസേഴ്സ് അല്ല, അതൊരു എറർ വന്നതാണ്. ഇത് നമ്മുടെ ഇതിലൊരു കറക്ഷൻ വരുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ബോൾഡ് അല്ല ഉത്തരം. ഓപ്ഷൻ ഡി, കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Why? Because patient on continuous bleeding will go to hypovolemic shock. So hypovolemic shock ലോട്ട് പോകാം. അത് വരുന്ന കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്യണം. Question 277. Which of the following clients complaint require immediate nursing intervention? Right answer is option B. A 35-year-old client with fractured femur complaining of sharp chest pain. Because ഒരു sharp chest pain ഒരു ഫ്രാക്ചർ ഫീമർ ഉള്ള പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ it can be a sign of going to pulmonary embolism. So chest pain and going to pulmonary embolism. നമ്മൾ അത് immediate nursing intervention ആവശ്യമുള്ള കേസാണ്. 278. Which of the following clients should the nurse assess first? Right answer is option B. That is a client with an acute attack of severe anxiety. നമ്മൾ acute anxiety ഉള്ള ഒരു client എന്ന് പറയുന്നത് threat to safety ആണ്. ബിക്കോസ് ഇറ്റ്സ് എൻ അക്യൂട്ട് ഫോം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അക്യൂട്ടായിട്ട് വരുന്നതിലാണ് പലപ്പോഴും സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ സംഭവിക്കാറുള്ളത്, അതുപോലത്തെ ഇഷ്യൂസ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അസസ് ചെയ്യേണ്ടത് അക്യൂട്ട് അറ്റാക്ക് ഓഫ് സിവിയർ ആങ്സൈറ്റി ഉള്ളവരെയാണ്. ബാക്കിയുള്ള കേസസ് എല്ലാം തന്നെ ഒരു ക്രോണിക് നേച്ചറോ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നേച്ചറിലോ ഉള്ള കാര്യങ്ങളാണ്. 279. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ദ നഴ്സ് മോണിറ്റർ ഇൻ എ ക്ലൈന്റ് റിസീവിംഗ് ടാഡലാഫിൽ? നമ്മൾ സിൽഡനാഫിൽ സിട്രേറ്റ് ഗ്രൂപ്പിൽ വരുന്ന ടാഡലാഫിൽ, സിൽഡനാഫിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ നമ്മൾ അവിടെ മോണിറ്റർ ചെയ്യേണ്ട കാര്യം ഓപ്ഷൻ എ റൈറ്റ് ആൻസർ, ദറ്റ് ഈസ് BP. നമ്മൾ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യണം ബിക്കോസ് ടാഡലാഫിൽ ഇസ് എ ഡ്രഗ് വിച്ച് ക്യാൻ കോസ് ഹൈപ്പോടെൻഷൻ. സോ BP മോണിറ്റർ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ എ പേഴ്സൺ ഹു ഇസ് ടേക്കിംഗ് ടാഡലാഫിൽ. Question number 280. Which of the following nursing diagnosis is the priority for a client with sickle cell disease? Sickle cell anemia or sickle cell disease നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് സ്മോൾ ബ്ലഡ് വെസൽസ് ആർ occluded by sickle shaped cells which causing ischemia and infarction, resulting in severe bone pain and swollen joints. ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സിംറ്റം എന്ന് പറയുന്നത് പെയിൻ ആയിരിക്കും, which is due to vaso-occlusive crisis. അപ്പോൾ priority nursing diagnosis for a patient with sickle cell disease is pain. 281. When is the best time to administer the anti-emetic in a client undergoing chemotherapy? The right answer is option D. 30 minutes before chemotherapy is started. ബിക്കോസ് നിങ്ങൾക്കറിയാം കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് നമ്മൾ എടുക്കുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഈസ് വൊമിറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വൊമിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആന്റി എമിറ്റിക് അറ്റ്ലീസ്റ്റ് 30 minutes ബിഫോർ കീമോതെറാപ്പി ഈസ് സ്റ്റാർട്ടഡ് നമ്മൾ കൊടുക്കാറുണ്ട്. Question 282. G6PD deficiency can lead to which of the following condition? It's an important question which was asked for a previous examination. G6PD deficiency can lead to option B, anemia. So G6PD, that is an X-linked recessive condition which is characterized by hemolysis. G6PD ഡെഫിഷ്യൻസി നമ്മൾ പല ഡിസ്കഷൻസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളത് ഡീറ്റെയിലായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്. സോ ഇറ്റ്സ് എൻ X-linked recessive condition which is characterized by hemolysis which can lead to anemia. So option B ആണ് റൈറ്റ് ആൻസർ. 283. Which of the following condition is not an indication for the use of morphine sulfate? Right answer is option D, pancreatitis. So നമ്മൾ നോട്ട് ആൻ ഇൻഡിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് മോർഫിൻ സൾഫേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാങ്ക്രിയാറ്റൈറ്റിസ് ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ദറ്റ് ഈസ് പാങ്ക്രിയാറ്റൈറ്റിസ് മോർഫിൻ സൾഫേറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ബിക്കോസ് ഇറ്റ് ക്യാൻ കോസ് സ്പാസം ഓഫ് സ്ഫിങ്ചർ ഓഫ് ഓഡി. നിങ്ങൾക്ക് സ്ഫിങ്ചർ ഓഫ് ഓഡി കേട്ടിട്ടുണ്ടാകും.
At the midpoint of duodenum, there is an opening which is common to common bile duct and pancreatic duct. അതിന് പറയുന്ന പേരാണ് ആംപുള്ള ഓഫ് വാറ്റയർ. അവിടെ ഗാർഡ് ചെയ്യുന്ന സ്ഫിങ്ചർ ആണ് സ്ഫിങ്ചർ ഓഫ് ഓഡി. സോ അതിന്റെ സ്പാസം കാരണം നമ്മുടെ പെയിൻ കൂടും. സോ നമ്മൾ മോർഫിൻ സൾഫേറ്റ് പാങ്ക്രിയാറ്റിസിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. 284, which of the following procedures requires obtaining an informed consent? Right answer is option C, colonoscopy. കാരണം ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൊളോണോസ്കോപ്പി മാത്രമാണ് ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആയിട്ടുള്ളത്. യൂഷ്വലി നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് വാങ്ങുന്നത് ഇൻവേസീവ് പ്രൊസീജിയേഴ്സിനാണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കൊളോണോസ്കോപ്പി. Question number 285. A client with Addison's disease is having steroid therapy. The nurse knows that the client is at greatest risk of the following complications. നമ്മളത് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ പ്രീവിയസ്ലി ആസ്ക്ഡ് ആണ്. ആഡിസൺസ് കുഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്. ആൽഡോസ്റ്റെറോണിസത്തിലൊക്കെ വരുന്നതാണ്. ഹൈപ്പർ ആൽഡോസ്റ്റെറോണിസം, ഹൈപ്പോ ആൽഡോസ്റ്റെറോണിസം, ആഡിസൺസ് ഡിസീസ്, കോൺ സിൻഡ്രോം, കുഷൻ സിൻഡ്രോം, ഇതെല്ലാം നമ്മൾ എൻഡോക്രൈനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ ആഡിസൺസ് നമ്മൾ സ്റ്റിറോയിഡ് തെറാപ്പി എടുക്കുമ്പോൾ അവിടെ വരുന്ന ഏറ്റവും കോമൺ ഇഷ്യൂ ആണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് സ്റ്റിറോയിഡ് തെറാപ്പി ക്യാൻ കോസ് ബോൺ മാരോ ഡിപ്രഷൻ വിച്ച് വിൽ റിസൾട്ട് ഇൻ ലുക്കോപീനിയ. WBC കൗണ്ട് കുറയുന്നു. WBC is concerned with immunity which will result in infection. So option B ആണ് right answer. 286. Which of the following manifestations indicate an adverse effect of beta blocker? Adverse effect of beta blocker എന്ന് പറയുന്നത് വീസിംഗ് ആണ്. കാരണം വീസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് an indicative of bronchospasm. It's an adverse effect of beta blocker. നമ്മൾ ബീറ്റ ബ്ലോക്കർ എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ബ്രോങ്കോസ്പാസം എന്ന് പറയുന്നത്. അവിടെ ബ്രോങ്കോസ്പാസത്തിന്റെ സിംറ്റമായിട്ട് കാണിക്കുന്നത് അവിടെ വീസിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 287. Which of the following nursing action is the best way to prevent suicide in a depressed client? Right answer is option B, establishing a no self harm contract. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സൈക്കാട്രി പഠിക്കുമ്പോൾ നമ്മൾ DSH ഓർ ഡെലിബറേറ്റ് സെൽഫ് ഹാം ഓർ സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അവിടെ ഡിപ്രസ്ഡ് ക്ലയൻസിന് സൂയിസൈഡിന്റെ റിസ്ക് കൂടുതലാണ്. സോ അവിടെ നമ്മൾ എപ്പോഴും ഒരു നോ സെൽഫ് ഹാം കോൺട്രാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇറ്റ്സ് ആൻ അഡൾട്ട് അപ്രോച്ച്. നമ്മളൊരു കോൺട്രാക്ട് ബിറ്റ്വീൻ ദ നേഴ്സ് ആൻഡ് ദ പേഷ്യന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. ആ നമ്മുടെ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഇൻ സൂയിസൈഡ് ഒരു ടോപ്പിക് തന്നെയാണ്, നമ്മളത് ക്ലാസ്സിൽ പഠിപ്പിക്കും. സോ ഇതാണ് റൈറ്റ് ആൻസർ. 288. A positive Guthrie capillary blood test reflects which of the following? 288 right answer is option A, metabolic disorder. നമ്മൾ പോസിറ്റീവ് ഗുത്രി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റീവ് ഓഫ് PKU, ഫിനൈൽ കീറ്റോനൂറിയ. ഓക്കെ, PKUവിന്റെ ഇൻഡിക്കേറ്റീവ് ആണ്. യൂറിൻ PKU ടെസ്റ്റ് ഈസ് ഡൺ ആഫ്റ്റർ 4 to 6 weeks of age. ഇഫ് ദ ടെസ്റ്റ് ആർ സീം ടു ബി പോസിറ്റീവ്, ബ്ലഡ് ഫിനൈലാനിൻ നമ്മൾ പെർഫോം ചെയ്യും. സോ ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഗുത്രി ടെസ്റ്റ് എന്ന് പറയുന്നത് PKU ഒരു മെറ്റബോളിക് ഡിസോർഡറിന്റെ ഇതിനകത്ത് വരുന്നതാണ്. 289. Which of the following interventions is a priority for a client with positive Romberg test? Okay, important. Right answer ആദ്യം പറയാം. ഓപ്ഷൻ A, assist the client with ambulation. അവിടെ എന്താണ് റോംബർഗ് ടെസ്റ്റ്? നമ്മൾ സെർബല്ലാർ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. സെർബല്ലാർ ടെസ്റ്റ് ആണ് റോംബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. When asked to stand with his or her feet together and eyes are open, the client can maintain that posture. But when asked to close the eyes, the client may lose the balance. അതിനാണ് നമ്മൾ പോസിറ്റീവ് റോംബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഐസ് ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ഐസ് ക്ലോസ് ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയാണ് പോസിറ്റീവ് റോംബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അസിസ്റ്റ് ദ ക്ലയന്റ് വിത്ത് ആംബുലേഷൻ ആണ് റൈറ്റ് ആൻസർ. 290. Which of the following findings is common in clients with Zollinger-Ellison syndrome? നമ്മുടെ ZES, Zollinger-Ellison syndrome കേട്ടിട്ടുണ്ട് ഗ്യാസ്ട്രോയിൽ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അവിടെ ഇൻക്രീസ്ഡ് ഓർ എലിവേറ്റഡ് HCl ലെവൽ. നമ്മുടെ Zollinger-Ellison syndrome which occurs due to a tumor that causes hypersecretion of gastric acids, maybe due to duodenal ulcer, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഹൈപ്പർ സെക്രേഷൻ ഓഫ് HCl ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് Zollinger-Ellison syndromeത്തിൽ നമ്മൾ എലിവേറ്റഡ് HCl എന്നൊരു ഫൈൻഡിംഗ് ആണ് നോക്കേണ്ടത്. 291. Which of the following should the nurse monitor upon admission of a client? Right answer is option D, BP. Actually, I think that question need a correction. Which of the following should the nurse monitor upon admission of a client with pheochromocytoma? Because condition നമുക്ക് ബാക്കിയുണ്ട്. So pheochromocytoma എന്നുള്ളത് നിങ്ങൾ ആഡ് ചെയ്തേക്കണം. ഇൻകംപ്ലീറ്റ് ആയിപ്പോയി ക്വസ്റ്റ്യൻ. യു ഹേർഡ് അബൌട്ട് pheochromocytoma? Pheochromocytoma എന്ന് പറയുന്നത്
നമ്മളുടെ അഡ്രിനൽ മെഡിലേക്ക് വരുന്ന ഒരു ട്യൂമറാണ്. അഡ്രിനൽ മെഡിലേക്ക് വരുന്ന ട്യൂമറാണ്. അവിടെ നമ്മുടെ പ്രിൻസിപ്പൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സിവിയർ ഹൈപ്പർ ടെൻഷൻ ആണ്. സോ വെൻ എ പേഷ്യന്റ് ഇസ് അഡ്മിറ്റഡ് വിത്ത് ഫിയോക്രോമോസൈറ്റോമ, നമ്മൾ ബേസിക്കലി അവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BP തന്നെയാണ്. അവർ ഷൂട്ടിംഗ് ഓഫ് BP ആയിരിക്കും, സിവിയർ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, ഹൈപ്പർ മെറ്റബോളിസം, ഹൈപ്പർ ഗ്ലൈസിമിയ, ഹെഡേക്ക്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. സോ ഓർമ്മിക്കുക, BP ആണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്. 292 which data in the client's history increases the risk for cryptosporidium infection? It's a good question. 292 right answer is swimming in a public pool. Cryptosporidium infection, that is ingestion of food or water contaminated with stool, including water in recreational water facilities or parks or swimming pools ആണ് നമ്മളുടെ ഇതിന്റെ കാരണം. അപ്പോൾ സ്പോറിഡിയോസിസ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻജക്ഷൻ ഓഫ് വാട്ടർ ഓർ ഫുഡ് വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് സ്റ്റൂൾ, അങ്ങനെ വരുന്നതാണ്. അവിടെ തന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്, ഫീവർ, നോസിയ, വൊമിറ്റിംഗ് ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പബ്ലിക് പൂളിൽ സ്വിമ്മിങ്, അതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. 293 which of the following manifestation is a common finding in shigellosis? Option B diarrhea ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ഷിജല്ലോസിസ് നമ്മൾ ബാസിലറി ഡിസെൻട്രി എന്ന് പറയും അല്ലെ, ബാസിലറി ഡിസെൻട്രി അല്ലെങ്കിൽ ഷിജല്ലോസിസ് എന്ന് പറയും. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വാട്ടറി സ്റ്റൂൾസ് ആണ്. സോ ഡയറിയ ആണ് കാർഡിനൽ മാനിഫെസ്റ്റേഷൻ ഇൻ ഷിജല്ലോസിസ്. Which of the following is a priority consideration for a client with herpes zoster? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കംഫർട്ട് ആണ്. അതായത് ഹെർപ്പസ് സോസ്റ്റർ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റിന് നമ്മളൊരു പ്രയോറിറ്റി കൺസിഡറേഷൻ കൊടുക്കേണ്ടത് കംഫർട്ട് ആണ്. കാരണം അവർക്ക് സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ സിവിയർ പെയിൻ ആ റീജിയനിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. 295 which of the following goals of care is appropriate for a client with sarcoidosis? Right answer is option A, that is provide frequent rest period. Sarcoidosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാനിഫെസ്റ്റഡ് ബൈ ഫീവർ, നൈറ്റ് സ്വെറ്റ്, കഫ്, വെയിറ്റ് ലോസ്, അനീമിയ, ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ബിക്കോസ് ഓഫ് ദിസ് ഡിസീസ് അവര് അനീമിക് ആവും, ഫെറ്റീഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് റെസ്റ്റ് പീരീഡ് അവർക്ക് കൊടുക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. 296 which of the following manifestation, if noted in a pregnant client, needs to be reported to the physician? Right answer is option B, double vision. ഒരു pregnant client ആണ് and among the symptoms mentioned, double vision എന്ന് പറയുമ്പോൾ which can be due to a pre-eclampsia condition, pre-eclampsia HELP syndrome, അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ ഡേഞ്ചർ സൈൻ ഓർ വാർണിംഗ് സൈൻ. നമ്മൾ BP ഷൂട്ട് ചെയ്യുന്ന ഒരു സൈനാണ്. ഹെൽപ്പ് സിൻഡ്രോം എല്ലാവരും ഓർമ്മിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ എക്ലാംപ്റ്റിക് ആവാം. സോ ഡബിൾ വിഷൻ ആണ് നമ്മളുടെ മോണിറ്റർ ചെയ്യേണ്ട സൈൻ ആയിട്ട് പറയുന്നത്. 297 which of the following adverse effect occur in prolonged pitocin administration? പ്രൊലോങ്ഡ് പിറ്റോസിൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ആഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് വാട്ടർ ഇൻടോക്സിക്കേഷൻ ആണ്. സോ പിറ്റോസിന്റെ ഒരു പ്രൊലോങ്ഡ് അഡ്മിനിസ്ട്രേഷൻ കാരണം സിവിയർ വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാവാം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 298 which of the following finding indicates a reactive non-stress test? Option C, fetal heart rate increases with fetal movement ആണ് റൈറ്റ് ആൻസർ. FHR increases with fetal movement reflects a reactive non-stress test indicative of intact central nervous system and autonomic nervous system functioning, which is a sign of fetal well-being. So option C ആണ് റൈറ്റ് ആൻസർ. 299 which of the following diagnostic test result from a pregnant client needs to be reported to the physician immediately? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ലെവൽ 45 mg/dl. കാരണം ആൽഫ ഫീറ്റോ പ്രോട്ടീന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 15 മുതൽ 30 mg/dl വരെയാണ്. സോ 15 to 30 mg/dl വരെയാണ് അതിന്റെ നോർമൽ വാല്യൂ പറയുന്നത്. അപ്പോൾ 45 എന്ന് പറയുന്നത് എലിവേറ്റഡ് ലെവലാണ്. എലിവേറ്റഡ് ലെവൽ ഓഫ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോർ NTD, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ലെവൽ 15-ൽ താഴെ നിന്ന് കഴിഞ്ഞാൽ, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ലെവൽ 15-ൽ താഴെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിസ്ക് ഫോർ ഡൗൺ സിൻഡ്രോം. സോ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ലെവൽ നോർമലി 15 to 30, elevated level ന്യൂറൽ ട്യൂബ് ഡിഫക്ട് ആൻഡ് ഡിക്രീസ്ഡ് ലെവൽ ഡൗൺ സിൻഡ്രോമിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ നോർമൽ ഫൈൻഡിംഗ് ആണ്. യൂറിൻ അനാലിസിൽ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ സ്വാഭാവികമായിട്ട് കാണാൻ സാധ്യതയുള്ള കാര്യമാണ്. Question number 300 which of the following interventions is the highest priority for a client with supine hypotension syndrome? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും SHS, supine hypotension syndrome. Right answer is option C, place the client on her left side. See, cardiac output increases by 25 to 30% with increase in uterine flow when a woman turns to lateral position, preventing the supine hypotension syndrome. So supine hypotension syndrome is due to the compression of venous return to heart by large uterus. നമുക്കറിയാം യൂട്രസിന്റെ ലാർജ് ആവുന്ന അനുസരിച്ച് കംപ്രഷൻ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലാറ്ററൽ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ കിടക്കണമെന്ന് എപ്പോഴും പറയാറുള്ളത്. in order to prevent supine hypotension syndrome.
സോ ഇതാണ് നമ്മളുടെ ഈ വീക്കിലെ 25 ചോദ്യത്തിന്റെ ഡിസ്കഷൻ. സോ നമ്മൾ 300 ചോദ്യം എന്ന ഡിസ്കഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡേയ്സ് ടു കം ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ടു ഡിസ്കസ്. സോ എല്ലാം ഒരു നോട്ട് ചെയ്ത് എഴുതിയിടുക. വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ബി എ പാർട്ട് ഓഫ് സോഡിയക് അക്കാഡമി. താങ്ക് യു സോ മച്ച്.